ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 17ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രധാനമന്ത്രിയും സംയുക്തമായി വെർച്വൽ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമിറങ്ങി. ഇന്നു മുതൽ പത്രിക സമർപ്പിക്കാം. കോവിഡ് ചികിത്സയിലുള്ളവർക്ക് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഓർഡിനൻസ് ഇറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. വരുന്ന ഉത്സവകാലത്ത് പ്രകൃതി സൌഹൃദ വെടിക്കോപ്പുകൾ മാത്രമേ വിപണനം ചെയ്യാവൂ എന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7252 പേർ ഇന്നലെ രോഗമുക്തി നേടി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93%. വാർത്തകൾ വിശദമായി. 17ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രധാനമന്ത്രി എൻഗുയേൻ ഷുവാൻ ഫൂക്കിനൊപ്പം ഇന്ന് അധ്യക്ഷത വഹിക്കും. ആസിയാനിലെ 10 അംഗരാജ്യങ്ങളുടെയും നേതാക്കൾ വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സ്ഥിതിഗതി ഉച്ചകോടി വിലയിരുത്തും. പരസ്പര ബന്ധം, സമുദ്രരംഗത്തെ സഹകരണം, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിലുള്ള പുരോഗതി എന്നിവ ചർച്ച ചെയ്യും. ഇടപാടുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ആസിയാൻ കർമ്മ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കും. കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക വീണ്ടെടുക്കലും സുപ്രധാന പ്രാദേശിക അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയാകും. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമിറങ്ങി. സ്ഥാനാർത്ഥികൾക്ക് ഇന്നു മുതൽ പത്രിക സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങളുമായി സീന ആന്റണി. അടുത്ത വ്യാഴാഴ്ച വരെ പത്രിക നൽകാനാകും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 3 പേർക്ക് മാത്രമേ പത്രിക സമർപ്പണത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. പ്രകടനം, ജാഥ, ആൾക്കൂട്ടം എന്നിവ പാടില്ല. അവധി ദിവസങ്ങളൊഴികെ രാവിലെ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് പത്രിക സമർപ്പണത്തിനുള്ള സമയം. അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വരണാധികാരികൾക്കോ ഉപവരണാധികാരികൾക്കോ ആണ് പത്രിക നൽകേണ്ടത്. സ്ഥാനാർത്ഥികൾക്ക് ഒരു വാഹനം മാത്രമേ പാടുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്ക് കോവിഡ് ആണെങ്കിൽ നിർദ്ദേശിക്കുന്ന ആൾക്ക് പത്രിക സമർപ്പിക്കാം. ഈ മാസം 20-നാണ് സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 23-നാണ്. ഡിസംബർ 3, 8, 14 തീയതികളിലായാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 16-നാണ്. മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകണം പ്രചാരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന് സമൂഹമാധ്യമങ്ങളെ കൂടുതലായി ഉപയോഗപ്പെടുത്തുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് ചികിത്സയിലുള്ളവർക്കും സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളവർക്കും ബൂത്തിലെത്തി നേരിട്ട് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഓർഡിനൻസ് കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഇതിനായി നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഗവർണറോട് ശുപാർശ ചെയ്യും. വോട്ടെടുപ്പിനുള്ള അവസാന മണിക്കൂറായ വൈകിട്ട് 5 മുതൽ 6 മണിവരെ ഇവർക്ക് വോട്ട് ചെയ്യുന്നതിനായി മാറ്റിവയ്ക്കും. നിലവിൽ തപാൽ വോട്ടിനാണ് ഇവർക്ക് അർഹതയുള്ളത്. കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പോളിംഗ് സ്റ്റേഷനിൽ ഏർപ്പെടുത്തേണ്ട സൌകര്യങ്ങൾ സംബന്ധിച്ചും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകുന്നതിനും പ്രത്യേക മാർഗ്ഗനിർദ്ദേശം ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസിന്റെ അധ്യക്ഷതയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുതിയറ SK ഹാളിൽ ചേരും. പ്രതിനിധികൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പങ്കെടുക്കണമെന്ന് റിട്ടേണിംഗ് ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വയനാട് ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ ഡോക്ടർ അദില അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ചേരും. യോഗത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ പ്രതിനിധി വീതം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പങ്കെടുക്കണമെന്ന് കളക്ടർ അറിയിച്ചു. ഇടുക്കിയിൽ ബ്ലോക്ക്, നഗരസഭ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും വരണാധികാരികളുടെയും യോഗം ചേർന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു. കണ്ണൂരിൽ സമാധാനപരവും സുഗമവുമായ തെരഞ്ഞെടുപ്പിന് എല്ലാവരും സഹകരിക്കണമെന്ന് കളക്ടർ TV സുഭാഷ് അഭ്യർത്ഥിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മുതൽ ഫലപ്രഖ്യാപനം വരെ വിജയാഹ്ലാദവും വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഓൺലൈൻ യോഗത്തിൽ കളക്ടർ ആവശ്യപ്പെട്ടു. നഗരസഭകളിൽ അധികാരം പിടിക്കുക ലക്ഷ്യമിട്ട് ആലപ്പുഴയിൽ 3 മുന്നണികളും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. 6 നഗരസഭകളാണ് ജില്ലയിലുള്ളത്. ഈ നഗരസഭകളിലെല്ലാം 3 മുന്നണികളും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഏറെക്കുറെ പൂർത്തിയാക്കി. ആലപ്പുഴ നഗരസഭയിൽ 52 സീറ്റും ചേർത്തലയിൽ 35 സീറ്റും കായംകുളത്ത് 44 സീറ്റും ഹരിപ്പാട് 29 സീറ്റും ചെങ്ങന്നൂരിൽ 27 സീറ്റും മാവേലിക്കര നഗരസഭയിൽ 28 സീറ്റുമാണുള്ളത്. എല്ലായിടത്തും ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. വരുന്ന ഉത്സവകാലത്ത് പ്രകൃതി സൌഹൃദ വെടിക്കോപ്പുകൾ മാത്രമേ സംസ്ഥാനത്ത് കച്ചവടം ചെയ്യാൻ പാടുള്ളൂവെന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ്. വായു മലിനീകരണം നിയന്ത്രിക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ദീപാവലിക്ക് രാത്രി 8 മുതൽ 10 വരെയും ക്രിസ്മസ് പുതുവർഷ ദിനങ്ങളിൽ രാത്രി 11:55 മുതൽ 12:30 വരെയുമാണ് വെടിക്കോപ്പുകൾ ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7252 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 7007 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 6152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇന്നലെ 29 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ശരിയായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ രോഗവ്യാപനം തടയുന്നതിനൊപ്പം കോവിഡാനന്തര കാലത്തേക്ക് പ്രതീക്ഷയോടെ നന്മയുടെ ശീലുകൾ കൂടി കരുതിവയ്ക്കണമെന്ന് തിരക്കഥാകൃത്തും ചലച്ചിത്ര നിരൂപകനുമായ ജോൺ പോൾ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൊറോണ കാലം ഇന്നോളം മനുഷ്യവംശം അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും ദുരിതങ്ങളുടെയും കാലമാണ്. അത്തരം ക്ഷീണവശങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ഉത്കണ്ഠാകുലരാകുന്നതോടൊപ്പം തന്നെ അതിന്റെ 100% ഗുണവശങ്ങൾ കൂടി അതിനുണ്ട്. തിരക്ക് പിടിച്ച ജീവിത പ്രയാണത്തിനിടയിൽ കാണാതെ പോയത് പലതും കാണാൻ അവസരം കിട്ടുന്നു. ജീവിതം തന്നെ ഒന്ന് പുനർവായിക്കാനും ആത്മപരിശോധന നടത്തുവാനും നമുക്ക് സന്ദർഭങ്ങൾ ഉണ്ടാകും. പ്രത്യാശയ്ക്ക് ജീവനത്വരയ്ക്ക് മൂലധനമാകുന്നവയാണ് ഈ ഗുണവശങ്ങൾ. പ്രത്യാശയേക്കാൾ വലിയ പ്രത്യാശയില്ലെന്ന് കാലം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊറോണാനന്തര നാളുകളിലേക്ക് നമ്മളെ തന്നെ ഒരുക്കുന്നതിനുള്ള ഒരു പരീക്ഷണ ഘട്ടമായി കൊറോണ കാലത്തെ കാണാൻ കഴിയുമെങ്കിൽ പ്രത്യാശയ്ക്ക് കൂടുതൽ വെളിച്ചമുണ്ടാകും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 92.89% ഉയർന്നു. 24 മണിക്കൂറിനിടെ 50,000-ത്തിലധികം പേർക്ക് രോഗം ഭേദമായി. കോവിഡ് മുക്തരുടെ ആകെ എണ്ണം 80 ലക്ഷം പിന്നിട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് പക്ഷത്തിന് കൈമാറാനുള്ള നീക്കത്തെ എതിർത്ത് കോതമംഗലം ടൌണിൽ ഇന്ന് കടകൾ അടച്ച് പ്രതിഷേധം. മതമൈത്രി സമിതിയാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പള്ളിക്കുള്ളിലും പുറത്തും വിശ്വാസികൾ കൂട്ടം കൂടിയിട്ടുണ്ട്. രാജ്യാന്തര കുറ്റവാളികളായ 4 വിദേശ പൌരന്മാർ തിരുവനന്തപുരത്ത് അറസ്റ്റിലായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കവർച്ച നടത്തിയ ഇറാനിയൻ പൌരന്മാരാണ് അറസ്റ്റിലായത്. മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ തമ്പടിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി മോഷണം നടത്തിയ സംഘമാണ് കന്റോൺമെന്റ് പോലീസിന്റെ പിടിയിലായത്. സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിൽ നിന്നാണ് 4 സംഘം പിടിയിലായത്. ഇവർ ചേർത്തലയിൽ മോഷണം നടത്തിയതായി ഷാഡോ പോലീസ് സംഘം കണ്ടെത്തിയിരുന്നു. ഇവരെ ചേർത്തല പോലീസിന് കൈമാറി. പ്രസിദ്ധമായ ചക്കുളത്തുകാവിലെ ഇക്കൊല്ലത്തെ പൊങ്കാല 29-ാം തീയതി നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ സ്വന്തമായി പ്രത്യേക പൊങ്കാലയിടാൻ അനുവാദമില്ല. പകരം ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ മാത്രം നടത്തും. വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിലെ ക്രിസ്തുരാജത്വ തിരുനാളിന് നാളെ കൊടിയേറും. വൈകിട്ട് 5:30 തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടക്കും. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 84ാമത് വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രവർത്തകർ ക്ഷേത്രത്തിന് പുറത്തു നടത്തിയ യോഗം മുൻ മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി കണ്ണൂരിലെത്തി. കെ സുധാകരൻ എംപിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മാതാവ് കഴിഞ്ഞ ദിവസം അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിലെ നേട്ടത്തിനൊടുവിൽ ഓഹരി സൂചികകളിൽ നഷ്ടം. സെൻസെക്സ് 146 പോയിന്റ് താഴ്ന്ന് 43,447ലും നിഫ്റ്റി 34 പോയിന്റ് നഷ്ടത്തിൽ 12,714ലുമാണ് വ്യാപാരം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രധാനമന്ത്രിയും സംയുക്തമായി വെർച്വൽ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമിറങ്ങി. ഇന്നു മുതൽ പത്രിക സമർപ്പിക്കാം. കോവിഡ് ചികിത്സയിലുള്ളവർക്ക് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഓർഡിനൻസ് ഇറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. വരുന്ന ഉത്സവകാലത്ത് പ്രകൃതി സൌഹൃദ വെടിക്കോപ്പുകൾ മാത്രമേ വിപണനം ചെയ്യാവൂ എന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി.
സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7252 പേർ ഇന്നലെ രോഗമുക്തി നേടി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93%. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.